ഹലോ. അയ്യോ, ഇത് ഞാനാണേ. കോളേജിലൊരു ക്ലർക്കാണേ. സത്യശീലേട്ടനാണേ. ആ പറയട്ടാ. ദേ, സത്യം മാത്രം പറയുന്ന നാവ് കൊണ്ട് മറ്റൊരു സത്യം പറയാൻ വിളിച്ചതാ. ദേ, ഇന്നും അമ്മേ ജയന്തി സാറ് ഹാഫ് ഡേ ലീവ് എടുത്തു പോയി. കാരണം തിരക്കിയപ്പോ എന്റെ കാരണത്ത് തല്ലാനും വന്നു. ആ പോക്കത്ര ശരിയല്ല മോനെ. അമ്മയൊന്നും സൂക്ഷിക്കുന്നത് നല്ലതാ, പിന്തുടരുന്നത് നല്ലതാന്ന്. കോളേജുള്ള സമയത്ത് കുട്ടികളെ കൂകാൻ വിട്ടിട്ട് ഏതു നേരം ചിന്തയോട് ചിന്തയാ. ഈ പ്രായത്തിൽ എന്താ ഇത്രമാത്രം ചിന്തിക്കാനുള്ളത് ഞാനും ആലോചിച്ചിട്ടുണ്ട്. അല്ല എന്ന് കരുതി മോമ്പയക്കൊന്നും വേണ്ട. ചിലപ്പോ കാര്യമുള്ള കാര്യത്തിനായിരിക്കും അമ്മയുടെ ഈ പോക്ക്. ഏതായാലും മോനൊന്ന് അന്വേഷിക്ക്. ആ സൂക്ഷിച്ചു നോക്കിയേ, അമലേശ്വരി അമ്മയെ പോലെ തന്നെയാ. ആരെ പോലെയെങ്കിലും ആവട്ടെ, ജനിച്ചത് ആരോഗ്യമുള്ളൊരു കുഞ്ഞു തന്നെയാണല്ലോ. ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം നൽകിയപ്പോ അമ്മയ്ക്ക് ആരോഗ്യം ഇല്ലാതായി. ഇരുപത്തെട്ട് കെട്ടിനൊക്കെ അടുത്തില്ലാതായിപ്പോയി. ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ആഘോഷമാക്കി മാറ്റിയനമ്മ. അതിനെന്താ, ചോറൂണ് നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം. ചടങ്ങ് ഗുരുവായൂർ വെച്ച് നടത്തണമെന്നായിരുന്നു അത്തിമുറ്റത്ത് അമ്മയുടെ ആഗ്രഹം. എനിക്കും അങ്ങനെ തന്നെ. അച്ഛന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയണം. എന്നിട്ട് തീരുമാനിക്കാം. അച്ഛൻ എതിരൊന്നും പറയില്ല. ശാലിനിയുടെ കൈകൾക്ക് ചലനശേഷി നൽകിയ പ്രൊഫസർ എത്തിയെന്ന് ജിതിൻ സാർ പറഞ്ഞു. ഞങ്ങൾ ഡോക്ടേഴ്സിന് പോലും അത്ഭുതമായിരുന്നു ആ സംഭവം. ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടേയില്ല എന്ന് പറഞ്ഞുകൂടാ. ഒരാൾക്ക് അവരിഷ്ടപ്പെടുന്ന വ്യക്തികൾ, അവർ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വ്യക്തികൾ അടുത്തെത്തുമ്പോൾ ഞരമ്പുകൾക്കൊക്കെ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. മനസ്സിനുണർവുണ്ടാകും. ആ നേരത്ത് ചലനശേഷി ഇല്ലാത്ത അവയവങ്ങൾ പൂർവ്വസ്ഥിതിയിലെത്തിയെന്ന് വരാം. ഏതായാലും ശാലിനിക്കേറെ പ്രിയപ്പെട്ടയാളാണ് പ്രൊഫസർ ജയന്തി എന്ന് വ്യക്തമായി. കാര്യം ഇയാളെ പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകും. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? എന്നെ പുറത്തേക്കൊക്കെ ഇറക്കാമേ. അതിനെന്താ, കുഞ്ഞിനെ സൂക്ഷിച്ച് പിടിച്ചോണേ മോളെ. എന്റെ കുഞ്ഞല്ലേ, പിന്നെ പിടിക്കാതിരിക്കോ?
ആ കാഴ്ച കണ്ടോ? സ്വന്തം അമ്മമാർക്ക് പോലും മക്കളിൽ അത്രയും സ്വാധീനം ചെലുത്താൻ കഴിയില്ല. അവര് തമ്മിൽ എന്തോ മുജ്ജന്മ ബന്ധമുണ്ട് ജിതൻ സാറേ. അതുകൊണ്ടാ അവർ പരസ്പരം സഹായികളായി വന്നത്. ശാലിനിയുടെ വൃക്ക കൊണ്ട് ജീവിക്കുന്ന അമ്മ, ആ അമ്മയുടെ വരവ് കൊണ്ട് പുതുജീവൻ വെച്ച ശാലിനി, ആത്മാവ് തൊട്ടറിയുന്ന ആത്മബന്ധം അവർ തമ്മിലുണ്ട്. ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മാനസിക അടുപ്പം. ഞങ്ങളെ മുറ്റത്തേക്കൊന്ന് ഇറക്കാം മലേശ്വരമ്മേ. എന്റെ മോള് പുറലോകമൊക്കെ ഒന്ന് കാണട്ടെ. അമ്മയൊന്ന് സഹായിക്കാ. എന്നെ കടിച്ചു കയറാൻ വന്ന് എന്റെ ജാതകമൊക്കെ മാറ്റി എഴുതുന്നാ പറയുന്നേ. എന്നാ പിന്നെ ഞാനങ്ങ് പോവുക. കുറച്ചാളും കൂടെ ജീവിച്ചിരുന്ന എനിക്കല്ല പൊളിക്കുവോ? കുറച്ച് മാറി നിന്നു, അല്ലെങ്കിൽ അച്ഛന്റെ ജാതകവും മോൻ മാറ്റി എഴുതും.